പൊതുജനങ്ങളെ വോട്ടർമാരെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിൽ ഞങ്ങൾ കണ്ടതിൽ നമ്മുടെ പാലക്കാടിൽ കോൺഗ്രസ് ആണ്. കേരളത്തിൽ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നവരും മണ്ഡലം ശോഭാ സുരേന്ദ്രൻ. അതൊക്കെ ശരിയാണ്. ശോഭാ സുരേന്ദ്രൻ 2016 ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ സുരേഷ് ജയിക്കും, ഇവിടെ കേശവൻ ജയിക്കും. അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ കാണുന്നല്ലോ, ഉറപ്പാണ്. വിലയിരുത്തല് രമേശ് പിഷാരടി വരുന്നതാണ്. രണ്ടാളും കൂടി കയറുമ്പോൾ UDF-ഉം BJP കൂടി വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറി കളിക്കും. എല്ലാവർക്കും മതിയായി. മറ്റേ രണ്ട് പാർട്ടികളൊക്കെ ഉണ്ട്. പുതിയ ആൾക്കാരില്ല, ഇവർ പഴയ ആൾക്കാരാണ്. ഇവർ വരണം. റസാഖ് അമ്മയുടെ മകനാണ്. അപ്പൊ റസാഖ് ജയിക്കണമല്ലോ. പാലക്കാട് ശോഭാ സുരേന്ദ്രനാണ് അധികവും. ഇതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇക്കൊല്ലം കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഇപ്പോൾ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. അടുത്ത ചൂടാണ് ഇവിടെ. പക്ഷേ അതിനേക്കാൾ വലുതാണ് ഇലക്ഷൻ്റെ ചൂട്. കേരളം ഏറ്റവും അധികം ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. ഇവിടുത്തെ വിശേഷങ്ങൾ, പരിസരത്തുള്ള മറ്റു മണ്ഡല വിശേഷങ്ങൾ നമുക്ക് അന്വേഷിക്കാം. കേരളത്തിൽ ഏറ്റവും അധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് പാലക്കാട്. എന്താണ് അഭിപ്രായം? എന്താ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ഇപ്പോൾ വിജയം ഞങ്ങൾ കണ്ടതിൽ നമ്മുടെ പാലക്കാടിൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് പാർട്ടിക്കാരൻ പൊതുവെ മറ്റുള്ള രണ്ടുപേരും പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ഇല്ലെന്നാണ്. സംഭവം ശരിയാണ്. ഇല്ലെന്ന് പറയുന്നത് 2 പ്രാവശ്യം കണ്ടത് അതാണ്. അതുകൊണ്ടാണ് പറയാൻ കാരണം. മുഖ്യവരും അപ്പം ഇന്നിപ്പോ കണ്ടെന്നെ അറിയണം. പിഷാരടി അതന്നെയാണ് എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ. 2 പ്രാവശ്യം കണ്ടതില് MP ഇലക്ഷനും MLA ഇലക്ഷനും കണ്ടത് അതാണ്. അതുകൊണ്ടാണ് പറയാൻ കാരണം. അയാൾ കുറ്റക്കാരനല്ലല്ലോ. ഇലക്ഷന്റെ ചൂടാണ് സൂര്യന്റെ ചൂടിനേക്കാൾ കൂടുതലാണ് പാലക്കാട് ചൂട് കൂടുതലാണ്. അതെ. നമ്മുടെ കേരളത്തിലെ എടുത്തതിൽ ആദ്യമായിട്ട് ഇലക്ഷനിലൂടെ ഒരു തുടർഭരണം വന്നതാണ് ലാസ്റ്റ് ടൈം. അത് നിലനിൽക്കുമോ അതോ നിലനിൽക്കും? LDF ഇനിയും അധികാരത്തിൽ വീണ്ടും വരും. എന്താണ് കാരണം? പിന്നെ സർക്കാരിന്റെ വികസനം തന്നെ. എല്ലാ മേഖലയും സമതമായ വികസനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യ മേഖലയായാലും ഇനിയിപ്പോൾ ഗതാഗത മറ്റു മേഖലയായാലും അതിൽ തന്നെ മാസം 2 പെൻഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്ന 600 രൂപ പെൻഷൻ 2000 രൂപ ആക്കിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും വികസനം. പക്ഷേ NDA ഒരു A ക്ലാസ് മണ്ഡലമാണ് ഇതവരുടെ പ്രഖ്യാപനത്തിൽ. NDA മണ്ഡലത്തിൽ തന്നെ NDA എവിടെ ജയിച്ചിരിക്കുന്നു പാലക്കാട്? കേരളത്തിൽ ഏറ്റവും അധികം ഉറ്റുനോക്കുന്നവരും മണ്ഡലം ശോഭാ സുരേന്ദ്രൻ. അതൊക്കെ ശരിയാണ്. ശോഭാ സുരേന്ദ്രൻ 2016 ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അപ്പോൾ ഓപ്പോസിറ്റ് നല്ല സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടുപേരും വീക്കാണെന്നാണ് പൊതു അഭിപ്രായം. എൻ്റെ അഭിപ്രായം അല്ല, പൊതു അഭിപ്രായം. അതായത് രമേശും പാലക്കാട് മണ്ഡലം നമുക്ക് അങ്ങനെ പെട്ടെന്ന് വരുന്നൊന്നും പറയാൻ പറ്റില്ല. ആര് വരുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ മണ്ഡലത്തിന്റെ ഒരു കിടപ്പ് അങ്ങനെയാണ്. എന്താണ് ഒരു വിലയിരുത്തൽ? രമേശ് പിഷാരടി വരുന്നതാണ്. രമേശ് വരും. എന്താണ് ഒരു ആത്മവിശ്വാസം കടുത്തുണ്ടല്ലോ അല്ലേ? വിശ്വാസമുണ്ട്. എന്താ കാര്യം? വിശ്വാസമാണ്. ഇവിടെ പാലക്കാട് അതാണ്. പാലക്കാട് കോൺഗ്രസ്സുകാർക്ക് ഉള്ളതാണ് അല്ലേ? UDF-നുള്ളതാണ്. രമേശ് പിഷാരടി ഇനിയിപ്പോൾ പുതിയ ആളാണ് രാഷ്ട്രീയത്തിൽ. എന്നാലും സാറിന് UDF കൊണ്ടുപോകും. പാലക്കാടിന്റെ മനസ്സങ്ങനെയാണ്. പാലക്കാട് ജില്ലനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാലക്കാടിലെ പൊതുജനം വോട്ടർമാരിനെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് എല്ലാ രാഷ്ട്രീയ സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഈ മണ്ഡലംകാരിയല്ല. 2 CPM-ന് സ്ഥാനാർത്ഥിയില്ല. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ പിടിച്ച് നിർത്തിയെടുക്കുക. അപ്പോൾ അതുമാതിരി തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ആരെ വട്ടം കളിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുജനങ്ങളെ വോട്ടർമാരെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. തൻ്റെ ഇടത്തോടു കൂടിയിട്ട് നമ്മുടെ ചിഹ്നം നിർത്തി വെച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഈ വക രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നൊരു സത്യമാണ്. ശോഭ ജയിക്കും അല്ലേ? വൻ ഭൂരിപക്ഷം ജയിക്കും. എന്താണ് കാരണം? പറഞ്ഞാൽ എല്ലാവർക്കും മതിയായി. മറ്റേ 2 പാർട്ടികളൊക്കെ ഉണ്ട്. പുതിയ ആൾക്കാരില്ല, ഇവർ പഴയ ആൾക്കാരാണ്. ഇവർ വരണം. ഇടതും വലതൊക്കെ മാറിക്കട്ടെ. മാറി എന്ന് ഇവർ വന്നാൽ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഈ ദേശീയ വികസനമൊക്കെ കേരളത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത്. സ്ട്രോങ് ആയി വരും.
ഒന്നും പഠിക്കാനില്ല. നമസ്കാരം. സ്ഥിരമായിട്ട് പാലക്കാട് മലമ്പുഴ ഓടുന്നുണ്ട് ഇല്ലേ? രണ്ടിടത്തെയും പഞ്ചപ്പ് അറിയാം. അവിടെ LDF-ന്റെ കൂടെ ഉണ്ടായിരുന്ന സുരേഷാണ് ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി ഇല്ലേ? ഇവിടെ 3 പേര് മത്സരിക്കുന്നുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നുണ്ട്? എന്തായാലും നമ്മൾ കോൺഗ്രസ് തന്നെ. അവിടെ ഇവിടെയും അവിടെ സുരേഷ് ജയിക്കും. അവിടെ സുരേഷ് ജയിക്കും, ഇവിടെ കേശവൻ ജയിക്കും. അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ കാണുന്നല്ല, ഉറപ്പാണ്. ഓക്കെ, ബസ് കയറുന്നവരുടെ പഞ്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കും, ആൾക്കാർ പറയുന്നതൊക്കെ മനസ്സിലാക്കും. അതല്ലേ? അപ്പൊ ഈ പാലക്കാട് വേറെ ഇഷ്യൂ ഒന്നും ബാധിക്കില്ല? വേറെ ഇഷ്യൂ ഒക്കെ ഉണ്ട്, എന്നാലും അതൊന്നും അതിലൊന്നും അങ്ങനെയൊന്നും ബാധിക്കുന്നില്ല. ബാധിക്കില്ല. ഒന്നുമില്ല, ജയിച്ചോളും. ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്ന പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ അതിൽ അവരെ പ്രത്യേകിച്ച് പറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുന്നതാ. പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നത് മറ്റുള്ളവർക്ക് മാത്രമേ ഉള്ളൂ, പ്രോത്സാഹനം തരുന്നത് മാത്രമേ ഉള്ളൂ, ഡയലോഗ് മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് രാഹുൽ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം ഉണ്ടായത്? വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി ലാസ്റ്റ് നോക്കി മാറ്റ കേസാക്കിയിട്ട് പോവുകയും ചെയ്തു. നാളെക്കടായി, നമുക്കേ നാളെക്കടായത്. കുറച്ച് ദിവസമുള്ള ഇലക്ഷന് അതെ, എന്ത് തോന്നുന്നു? നമ്മുടെ NMR റസാക്കണം വരും. റസാഖ് വരും തീർച്ചയായും. പിന്നെ ഇന്ത്യയുടെ ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് അവർ കണക്കാക്കുന്നതിനെ അത് സാധ്യതയുണ്ട്. രണ്ടാളും കൂടി കയറുമ്പോൾ UDF-ഉം BJP കൂടി വരുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ കയറി കളിക്കും. അപ്പൊ ഡീലുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? ഡീലൊന്നുമില്ല. അല്ല, അവര് തമ്മി അവർ രണ്ടിലും ഡീലുണ്ടാവും. അല്ല, അവരൊക്കെ ഒന്നിച്ച് കളിക്കുമ്പോ എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ നമ്മൾ ആളെ കയറി വരും. റസാഖ് കയറിക്കോളും. എന്താണ് പാലക്കാട് സാധ്യത? പാലക്കാട് ശോഭാ സുരേന്ദ്രനാണ് അധികവും സാധ്യത. സുരേന്ദ്രനാണ്, ശോഭാ സുരേന്ദ്രനാണ്. എന്താ കാരണം? രണ്ടാളും ഭരിച്ചിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ പാലക്കാട് ഭയങ്കര മോശമാണ്. ഒരു വികസനവും നടന്നിട്ടില്ല. ശോഭ ചേച്ചി വന്നാലേ വലിയ പരിപാടി നടക്കുള്ളൂ. ഈ പാലക്കാട് ഇത്രയൊന്നും പോരാ. പാലക്കാട് ഇത്രയൊന്നും പോരാ, വളരാനുള്ള സാധ്യത ഇല്ല. ഷാഫി ജയിച്ചു, എല്ലാവിടെയും എത്തേണ്ട, എല്ലാ കല്യാണത്തിലും പങ്കെടുക്കും, എല്ലാ വീട്ടിന്റെ ഉള്ളിൽ എല്ലാവിടെയും പോകും. ഇവിടെ ഒരു കാര്യം ചെയ്തു. ഈ കല്യാണം, മരണം ഉണ്ട് പറഞ്ഞ് ഷാഫി മുമ്പിലുണ്ടാവും. പക്ഷേ വികസനം ഇല്ല. അതുകൊണ്ട് ഇത്തവണ ശോഭ ചേച്ചി തന്നെ വരണം എന്നാണ് ആഗ്രഹം. റസാഖ് അമ്മയുടെ മകനാണ്. അപ്പൊ റസാഖ് ജയിക്കണമല്ലോ. ഓക്കെ. അപ്പൊ റസാഖിന്റെ ഒപ്പമാണ്. എന്നാൽ റസാഖ് ജയിക്കട്ടെ. പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ പൊതുവിൽ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ആര് ജയിക്കും? നമുക്ക് ശോഭ ചേച്ചി ജയിക്കണം എന്നാണ് ആഗ്രഹം. എന്താ കാര്യം? അല്ല, നമ്മൾ ചെറുപ്പത്തോട്ട് തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യണതാണ്, പാർട്ടിയിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട്. BJP വർക്ക് ചെയ്യുന്നത് നമ്മൾ ചേച്ചിനെ കാണുന്നുണ്ട്. ചേച്ചി കുറെ നമ്മൾ നോക്കി നിന്നുണ്ട് അവിടെ പാലക്കാട്. മുമ്പ് നിന്ന് നമുക്ക് ഇതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. കൊല്ലം കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ ഇത്തവണ വിജയം ഉറപ്പിക്കാം. കാരണം ഈ UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥി ദുർബലമാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ നമ്മുടെ ശോഭ ചേച്ചി വർഷങ്ങൾ നമ്മൾ അറിയാലോ, ഫേസ് നമ്മൾ ശോഭ ചേച്ചിന് ഫേസ് മാത്രമേ ഉള്ളൂ. ഈ പാർട്ടിയിൽ നമ്മൾ ഈ പാലക്കാട് നിൽക്കണതിൽ കൊല്ലം ഋഷഭ് ഷെട്ടിയും ഇല്ല, പിന്നെ നമ്മുടെ NMR റസാഖ് അയാൾ പറഞ്ഞ ആൾക്കും ഇല്ല. പിന്നെ നമ്മുടെ ശോഭ ചേച്ചിനെ കൊല്ലം പ്രതീക്ഷിക്കാം. ആൾക്കാർ അറിയുന്നത്, രാഷ്ട്രീയക്കാരെന്ന് അറിയുന്നത് ശോഭ ചേച്ചിനെ അല്ലേ? പാലക്കാട് ഇത്തവണ തൂക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ശോഭാ സുരേന്ദ്രനാണോ, റസാഖാണോ, പിഷാരടിയാണോ? സമ്മിശ്ര വികാരമാണ്, സമ്മിശ്ര അഭിപ്രായങ്ങളാണ്. എന്തായാലും ഇലക്ഷൻ വരെ നമുക്ക് കാത്തിരിക്കാം ആരാണ് പാലക്കാടിന്റെ ജനപ്രതിനിധി. താങ്ക് യു.